ഈ T20 വേൾഡ് കപ്പിൽ 20 ടീം ഉള്ളതുകൊണ്ടും അസോസിയേറ്റ് നേഷൻസിന്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടും തന്നെ പല എക്സ്പെർട്സും പറഞ്ഞിരുന്നു ഈ T20 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ വളരെ ബോറിംഗ് ആയിരിക്കുമെന്ന്. ഒരുപാട് വൺ സൈഡഡ് മത്സരങ്ങൾ ഞാനും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ നെതർലൻഡ്സ് ഗെയിം ആയാലും ഇംഗ്ലണ്ട് നേപ്പാൾ ഗെയിം ആയാലും ഒരു പരിധിവരെ ഇന്ത്യ USA ഗെയിമും നമ്മളെ എന്റർടൈൻ ചെയ്തിരുന്നു. എന്നാലും ഈ T20 വേൾഡ് കപ്പ് ഒന്ന് മൊത്തത്തിൽ ഓൺ ആവാൻ വേണ്ടി ഒരു മൈൻഡ് ബ്ലോയിങ് മത്സരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരം നമുക്കത് സമ്മാനിച്ചു. ഫസ്റ്റ്ലി ഈ മത്സരം മിസ് ചെയ്ത എല്ലാവർക്കും എന്റെ കണ്ടോളൻസസ്. നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഡി അഥവാ ഈ വേൾഡ് കപ്പിലെ ഒരേ ഒരു ഗ്രൂപ്പ് ഓഫ് ഡെത്ത്. ന്യൂസിലൻഡിനോട് ഓൾറെഡി തോറ്റ അഫ്ഗാനിസ്ഥാന് സൗത്ത് ആഫ്രിക്കയെ എന്ത് വില കൊടുത്തും തോപ്പിക്കുക എന്നൊരു മാർഗം മാത്രമേ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ വേൾഡ് കപ്പിൽ മുമ്പോട്ട് പോകാൻ. ടോസ് കിട്ടിയ അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയെ ബാറ്റ് ചെയ്യാൻ അയക്കുന്നു. ഒരു 10-12 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്കും സൗത്ത് ആഫ്രിക്ക വാസ് സിംപ്ലി ക്രൂസിംഗ്. ഡിക്കോക്ക് 50+ സ്കോറിൽ കളിക്കുന്നു, റിക്കിൾട്ടൺ 50+ സ്കോറിൽ കളിക്കുന്നു. ടീമിന്റെ റൺ റേറ്റ് ഓൾമോസ്റ്റ് 10-ന് എങ്ങനെ പോലും ഒരു 200 to 220 സ്കോർ അവർ അടിക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോഴാണ് ഗെയിമിലെ ഫസ്റ്റ് മൊമെന്റം ഷിഫ്റ്റ് വരുന്നത്. റാഷിദ് ഖാൻ ഒരു ഓവറിൽ തന്നെ ഡിക്കോക്കിനെയും റിക്കിൾട്ടനെയും തിരിച്ച് പവലിയനിലേക്ക് അയക്കുന്നു. അവിടുന്ന് അഫ്ഗാനിസ്ഥാൻ ബോളേഴ്സ് ക്രൂസ് ഡൈറ്റ് ചെയ്യുന്നു. ഒരു 200 to 220 പോവേണ്ട മത്സരം 187 എന്ന സ്കോറിൽ സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു കെട്ടുന്നു. മൊമെന്റം അഫ്ഗാനിസ്ഥാൻ. 187 എന്ന സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് നേരിടേണ്ടി വന്നത് ഗുർബാസിനെയാണ്. ആൻഡ് ഹി വാസ് ഓൺ എ മിഷൻ. 42 ബോളിൽ 84 റൺസ് ആണ് ഗുർബാസ് നേടിയത്. ഗുർബാസ് കളിച്ചോണ്ടിരുന്ന അത്രയും സമയം നമുക്ക് തോന്നിയത് അഫ്ഗാനിസ്ഥാനെ ഗുർബാസ് ഒറ്റയ്ക്ക് ഈ കളി ജയിപ്പിക്കുമെന്നാണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് മൊമെന്റം ഒരു പെൻഡുലം പോലെ സ്വിംഗ് ചെയ്യുകയായിരുന്നു. 12ാമത്തെ ഓവറിൽ ഗുർബാസ് ഔട്ടായി, അതിന്റെ പിന്നാലെ റസൂലി ഔട്ടായി, അതിന്റെ പിന്നാലെ നബി ഔട്ടായി. മൊമെന്റം സൗത്ത് ആഫ്രിക്കയുടെ കൂടെ ആയിരുന്നു എന്ന് നമുക്ക് തോന്നിയപ്പോൾ ഒമർ സായിയും റാഷിദ് ഖാനും അടിപൊളി 2 ക്യാമിയോസ് കളിച്ചു. മൊമെന്റം വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് പുള്ളി ചെയ്തു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് സൗത്ത് ആഫ്രിക്കയുടെ ഫീൽഡിംഗ് എഫേർട്ടാണ്. ഒമർ സായിനെ ഔട്ടാക്കാൻ സ്റ്റബ്സ് ബൗണ്ടറിയിൽ ഒരു കിടിലൻ ക്യാച്ച് എടുത്തു. അതുപോലെ തന്നെ റാഷിദ് ഖാനെ ഔട്ടാക്കാൻ മില്ലർ ബൗണ്ടറിയിൽ ഒരു കിടിലൻ ക്യാച്ച് എടുത്തു. ഈ 2 ക്യാച്ചുകൾ വീണ്ടും മൊമെന്റം സൗത്ത് ആഫ്രിക്കയുടെ നേരെ സ്വിംഗ് ചെയ്തു. ലാസ്റ്റ് ഓവറിലെ ഇക്വേഷൻ സിമ്പിൾ ആയിരുന്നു. അഫ്ഗാനിസ്ഥാന് 9 വിക്കറ്റ് നഷ്ടപ്പെട്ടു. വിജയിക്കാൻ ലക്ഷ്യം 13 റൺസ്. മുമ്പിലുള്ള ബോളർ റബാഡ. പിന്നെ നമുക്ക് കാണാൻ കിട്ടിയത് റബാഡയുടെ ഒരു കയോട്ടിക് ഫൈനൽ ഓവറാണ്. 2 നോ ബോള്, 1 വൈഡ്, നൂർ അഹമ്മദ് അടിച്ച ഒരു 6, എല്ലാം കഴിഞ്ഞ് ഇക്വേഷൻ വന്നു നിന്നത് 3 ബോളിൽ 2 റൺ ജയിക്കാൻ. ഡബിൾ ഓടാൻ അറ്റംപ്റ്റ് ചെയ്ത് ഫറൂഖ് റൺഔട്ട് ആകുന്നു. ഒന്ന് ഡൈവ് ചെയ്യോ, ഒന്ന് ഇച്ചിരി അഡീഷണൽ സ്ട്രെച്ച് ചെയ്യോ ചെയ്തായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അവിടെ വെച്ച് തന്നെ ആ കളി ജയിച്ചാനെ. പക്ഷെ 187 എന്ന സ്കോറിൽ അഫ്ഗാനിസ്ഥാൻ ഓൾ ഔട്ട് ആകുന്നു. കളി സൂപ്പർ ഓവറിലേക്ക് പോകുന്നു. ആദ്യത്തെ സൂപ്പർ ഓവറിൽ നമുക്ക് കാണാൻ കിട്ടിയത് ഒമർ സായിയുടെ വെടിക്കെട്ട്. 6 ബോളിൽ 17 റൺസ് അടിച്ച് അഫ്ഗാനിസ്ഥാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് 18 എന്ന ടാർഗറ്റ് മുമ്പിലേക്ക് വെച്ചു. ഡെവാൾ ബ്രവിസ് വന്നു, ഒരു 6 അടിച്ചു, ഔട്ടായി. ക്രിസ്ത്യൻ സ്റ്റബ്സ് വന്നു, എഡ്ജ് അടിച്ചൊരു 4 പോയി. ലാസ്റ്റ് ഇക്വേഷൻ വന്നത് 2 ബോളിൽ 7 റൺ ജയിക്കാൻ. അവിടെ ഫറൂഖ് ഒരു കിടിലൻ യോർക്കർ എറിഞ്ഞു, ഒരു ഡോട്ട് ബോൾ എറിഞ്ഞു. ഒറ്റ ബോളിൽ 7 റൺസ് ജയിക്കാൻ എന്ന ഇക്വേഷൻ വന്നു. നമ്മൾ കരുതി അഫ്ഗാനിസ്ഥാൻ ഈ കളി ഇവിടെ വെച്ച് ജയിക്കുമായിരിക്കുമെന്ന്. അപ്പോഴാണ് ക്രിസ്ത്യൻ സ്റ്റബ്സ് ലാസ്റ്റ് ബോളിൽ ഒരു 6 അടിച്ച് വീണ്ടും സ്കോർസ് ടൈ ആയി നമ്മൾ സെക്കൻഡ് സൂപ്പർ ഓവറിലേക്ക് പോകുന്നത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി 2ാമത്തെ സൂപ്പർ ഓവർ കളിക്കാനെത്തിയത് സ്റ്റബ്സും മില്ലറുമാണ്. അവർ രണ്ടുപേരും കൂടി 6 ബോളിൽ 23 റൺസ് അടിച്ച് 24 എന്ന ടാർഗറ്റ് അഫ്ഗാനിസ്ഥാന്റെ മുമ്പിലേക്ക് വെച്ചു. അവിടുന്ന് കളി ജയിക്കുക എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരുന്നു. എന്നാൽ ആരെയെങ്കിലും കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഗുർബാസിനാണ് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നബി ബാറ്റും തൂക്കിപ്പിടിച്ച് തന്നെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി. കേശവ് മഹാരാജിന്റെ ആദ്യത്തെ ബോളിൽ നബി മിസ് ചെയ്തു. 2ാമത്തെ ബോളിൽ നബി ഔട്ടായി. പിന്നെ ഗുർബാസ് വന്നു. ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. 4 ബോളിൽ 4 6 അടിച്ചാൽ ജയിക്കാം. എല്ലാരും വിചാരിച്ചു ഇനി ഇത് വെറും ഫോർമാലിറ്റിയാണ്. കേശവ് മഹാരാജ് 4 ബോൾ എറിയും, 2 പോയിന്റുമായിട്ട് സൗത്ത് ആഫ്രിക്ക വീട്ടിൽ പോകുന്നു. പക്ഷേ ആദ്യത്തെ ബോള് കേശവ് മഹാരാജിന്റെ തലയുടെ മേളിൽ കൂടി തൂക്കിയൊരു 6, 2ാമത്തെ ബോള് മിഡോന്റെ മേളിലൂടെ തൂക്കിയൊരു 6, 3ാമത്തെ ബോള് കൗ കോർണറിൽ കൂടി തൂക്കിയൊരു 6. ഇക്വേഷൻ മാറി. 1 ബോളിൽ 6 റണ്ണ് എന്ന് വന്നു. സൗത്ത് ആഫ്രിക്ക വീണ്ടും അണ്ടർ പ്രഷറായി. കേശവ് മഹാരാജ് അടുത്ത ബോൾ ഒരു വൈഡ് എറിഞ്ഞു. ഇക്വേഷൻ വീണ്ടും മാറി. 1 ബോളിൽ നിന്ന് 5 റൺസ് എന്ന് വന്നു. പക്ഷെ ആ ലാസ്റ്റ് ബോൾ ബൗണ്ടറി കൺവേർട്ട് ചെയ്യാൻ ഗുർബാസിന് പറ്റിയില്ല. ഗുർബാസ് ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു. ആൻഡ് ഐ ഫീൽ സോറി ഫോർ ഹിം. കാരണം അദ്ദേഹം തോക്കാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. To be fair, this has to be one of the best individual performances I have seen in a long time in an international T20I, let alone in a T20I World Cup. So, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലത്തെ കളിയായിരുന്നോ ദി ബെസ്റ്റ് എവർ T20I മാച്ച് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ? ആൻഡ് നിങ്ങൾ ഈ ഗുർബാസ് പെർഫോമൻസ് എവിടെ റാങ്ക് ചെയ്യും ഇൻ ഓൾ ടൈം T20I നോക്സ്? Just let me know in comments. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.